ഹലോ, ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡാണ്. ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് സ്നേഹനിധിയായ കാർത്തിക് എന്ന ഭർത്താവിനെയും നൊന്ത് പ്രസവിച്ച ചോര കുഞ്ഞിനെയും വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് കാമുകന്റെ പൊളിച്ചോടിപ്പോയ മൈഥിലിക്ക് കിട്ടിയ എട്ടിന്റെ പണിയാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. ഒരു സ്ത്രീക്കും ഇങ്ങനെ ഒരു പണി കിട്ടാതിരിക്കട്ടെ, ആർക്കും ഇങ്ങനെ ഒരു അബദ്ധവും പറ്റാതിരിക്കട്ടെ. അപ്പൊ ആദ്യം കാണിക്കുന്നത് ജയറാമിനെയും നന്ദിനിനെയും മീനാക്ഷിനെയാണ്. മീനാക്ഷി അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ അമ്മയുടെ മാപ്പൊന്നും ചോദിക്കില്ലേ, അമ്മ സാക്ഷാൽ ദേവി തന്നെയല്ലേ, മാപ്പ് ചോദിക്കില്ലെന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് മീനാക്ഷിയുടെ പറയുന്ന കേട്ടിട്ട് നന്ദിനിക്കും എന്താണ് മുഖത്തിനൊരു ചിരിയൊക്കെ വരുന്നുണ്ട്. എന്നിട്ട് ജയറാം മാത്രം സങ്കടത്തിൽ പറയുന്നുണ്ട്, എന്നാലും എൻ്റെ അമ്മയൊന്നും എന്നെ കാണാൻ വന്നില്ലല്ലോ. അപ്പൊ ജയറാം അത് പറയുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട്, അയ്യോ ജയേട്ട, അമ്മ ഇവിടെ വന്നില്ലെന്നേ ഉള്ളൂ, അമ്മ ജയേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മയുടെ മനസ്സുരുകുന്നത് എനിക്ക് കാണാൻ പറ്റുമായിരുന്നു, അമ്മ കരയുന്നത് എനിക്ക് മാത്രമേ കാണാൻ പറ്റിയുള്ളൂ, ഹൃദയം കൊണ്ടാണ് അമ്മ കരഞ്ഞത്, അമ്മയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് മാത്രമാണ് ജേട്ടൻ ഇന്ന് സുഖം പ്രാപിച്ചെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ എന്താണ് ഒരു സന്തോഷമൊക്കെ ജയറാമിന് തോന്നി. ഈ സമയത്ത് നമ്മുടെ ഗിരി അങ്ങോട്ട് വരുന്നത്. ഗിരി അങ്ങോട്ട് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്തേ ജയറാം, സുഖപ്പെട്ടല്ലോ അല്ലേ? പക്ഷെ എന്താണ് ജയറാമിന് ഒരു വലിയ ഭാവവ്യത്യാസമൊന്നും ഇല്ലാതിരിക്കും. അന്നേരം ഗിരി എന്ത് ചെയ്ത് അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, ജയറാം നിങ്ങളൊരു നല്ല മനുഷ്യനാണ്, നിങ്ങൾക്കൊന്നും തന്നെ സംഭവിക്കില്ല എന്ന് പറയും. എന്നിട്ടും ജയറാമിന് വലിയ ഭാവമൊന്നും മുഖത്തിനില്ല. എന്നിട്ട് പറയുന്നത് നമുക്ക് പോവാം എന്ന് പറയുന്നുണ്ട്. അപ്പം നന്ദിനി പറയുന്നുണ്ട്, ഞാൻ പോയി ബില്ലടച്ചിട്ട് വരാം. വേണ്ട, ഞാനിപ്പോൾ അവിടുന്നാ വരുന്നത്, എല്ലാ കാര്യങ്ങളും കാർത്തിക് എന്താണ് ചെയ്തു കഴിഞ്ഞു, നമുക്ക് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. പോവാം, എൻ്റെ കാറുണ്ട്, കാറിൽ പോകാമെന്ന് പറയും. എന്നിട്ട് എന്താണ് ജയറാമിന് ഒന്ന് എണ്ണിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് ഗിരി. കൂടെ മീനാക്ഷിയും അമ്മയും ഉണ്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ഗിരി പാവമാണ്. ഗിരി പോയി ജയറാമിന്റെ ചെരുപ്പെടുത്ത് ജയറാമിന്റെ കാലിൽ ഇടാൻ പാകത്തിൽ കൊണ്ട് എന്ത് ചെയ്ത് വെച്ചു കൊടുത്തപ്പോഴത്തേനും ജയറാമിന്റെ മുഖത്തിന് അന്നേരം വലിയ ഇതൊന്നുമില്ല, ഒരു ചെറിയ ഇത് നമുക്ക് തോന്നുന്നുണ്ട്. എന്നിട്ട് പോവാന്ന് പറഞ്ഞ് അവരവിടുന്ന് പോവാണ്. ഈ സമയം കൈമളേട്ടൻ എന്താണ് ചെമ്പകമംഗലത്തിന്റെ വാതിൽ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം നമ്മുടെ സാവിത്രി അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ അച്ഛാ അവിടെ നിൽക്കുന്നത്? അത് ജയറാം വരും, ജയറാമിനെ നോക്കി നിൽക്കുവാണെന്ന് പറഞ്ഞു. ഏട്ടൻ ഇങ്ങനെ വരുന്നുണ്ടല്ലോ, ഏട്ടനെ കാത്തല്ലോ, ഏട്ടൻ സുഖം പ്രാപിച്ചല്ലോ. അപ്പം കൈമളേട്ടന് വലിയ സന്തോഷം. കാരണം സാവിത്രി എന്ന മോൾ ഇങ്ങനെ അല്ല, അതുകൊണ്ട് ഇപ്പം ഇത്രമാത്രം സ്നേഹം കാണിക്കുന്നതാണ്. പറയുന്നുണ്ട്, മോളെ എനിക്ക് നിന്നെ ഇങ്ങനെ കാണാനാണ് എനിക്ക് വളരെ ഇഷ്ടം മോളെ. കാരണം കൂടപ്പിറപ്പുകൾ തമ്മിൽ എന്തായാലും ഇപ്പൊ പിണങ്ങരുത്, പിണങ്ങിയാൽ മാതാപിതാക്കൾക്കാണ് അതിന്റെ ചങ്കിടിപ്പ് ഉണ്ടാവുന്നത്. ഒരിക്കലും നിങ്ങൾ തമ്മിൽ ഇപ്പൊ എന്താണ് കൂടപ്പിറപ്പുകൾ തമ്മിൽ ഒരിക്കലും പിണങ്ങാൻ പാടില്ല. എനിക്ക് നിന്നെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പോസിറ്റീവായ എനർജിയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട്, നീ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതെ അച്ഛാ, എനിക്കത് അബദ്ധങ്ങളൊക്കെ പറ്റിപ്പോയതാണ്, എല്ലാവർക്കും അബദ്ധങ്ങൾ പറ്റുമല്ലോ, അങ്ങനെ എനിക്ക് പറ്റിപ്പോയത് അച്ഛാ എന്ന് പറഞ്ഞ് വളരെ സ്നേഹത്തിൽ രണ്ടുപേരും അവിടെ നിൽക്കുമ്പോഴാണ് കാറ് വന്ന് അവിടെ നിൽക്കുന്നത്. അതിൽ നിന്ന് ജയറാമും നന്ദിനി എല്ലാം ഇറങ്ങി. ഈ സമയത്ത് നമ്മുടെ എന്താണ് രാജലക്ഷ്മി അമ്മ കുറച്ച് മാറി അങ്ങ് ദൂരെ എന്താണ് നോക്കിക്കൊണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുവാണ്. അപ്പം ജയറാം ഇറങ്ങി വരുന്നത് ആ രാജലക്ഷ്മി അമ്മ എന്താണ് വളരെ സങ്കടത്തോടെ ആ മുഖം കണ്ടാൽ അറിയും നോക്കി നിൽക്കുവാണ്. അപ്പൊ ജയറാം ഇറങ്ങി വന്നോടനെ അച്ഛൻ അടുത്തോട്ട് ചെന്നു, മോനെ അച്ഛാ, മോനെ സുഖം പ്രാപിച്ചല്ലോ, വന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് നമ്മുടെ സാവിത്രി എന്താണ് ഏട്ടാന്ന് പറഞ്ഞ് ഓടി പോകുന്നുണ്ട്. മോളെ, നിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ എൻ്റെ മനസ്സിന് എന്തൊരു സമാധാനം, നിന്നെ ഇങ്ങനെ കണ്ടപ്പോൾ, നിനക്ക് ഏട്ടനോട് സ്നേഹം ഉണ്ടായിരുന്നല്ലോ, അത് ഏട്ടാ എന്നോട് ക്ഷമിക്കണേ ഏട്ടാ എന്നൊക്കെ പറഞ്ഞ് എന്താണ് സാവിത്രി മാപ്പ് വയ്ക്കുന്നുണ്ട്. കാരണം സാവിത്രിയുടെ അടുത്ത് കള്ളക്കളിയാണോ എന്നും എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്. അന്നേരം എന്താണ് അമ്മ ഇതെല്ലാം എന്താണ് നോയിക്കൊണ്ട് അങ്ങ് മാറി അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് എന്താണ് ജയറാം അമ്മേനെ ഒന്ന് എന്താണ് നോക്കുന്നുണ്ട്. എന്നിട്ട് അമ്മയുടെ അടുത്തൊന്നും പോകുന്നില്ല. അപ്പോഴത്തേനും ഗിരി പറയുന്നുണ്ട്, ജയറാം നിങ്ങൾ ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് എന്താണ് പോയി കിടക്കാം, നമുക്ക് ഔട്ട് ഹൗസിലേക്ക് പോകാമെന്ന് പറയും. അപ്പോഴത്തേനും നമ്മുടെ കൈമളേട്ടൻ പറയുന്നു, വേണ്ട എന്ന് പറയുന്നു. അപ്പൊ എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. ഔട്ട് ഹൗസിലൊന്നും പോകണ്ട, നമ്മുടെ വീട്ടിൽ വന്നാൽ മതി എന്ന് പറഞ്ഞ് വാ മോനെ എന്ന് പറഞ്ഞ് എന്താണ് കൈ പിടിച്ച് സാവിത്രിയായിട്ട് അകത്തോട്ട് കയറാൻ പോവാണ്. അകത്തോട്ട് കയറാൻ പോയപ്പോഴത്തേനും എന്താണ് സാവിത്രി അപ്പോഴത്തേനും പറഞ്ഞ് വേണ്ട ഇപ്പൊ അവിടെ നിൽക്കെന്ന് പറഞ്ഞിട്ട് എന്താണ്. അപ്പൊ എല്ലാവരും വിചാരിച്ചു ഇനി എന്ത് പറ്റി സാവിത്രി വേണ്ട എന്ന് പറയുന്നത്. അപ്പൊ സാവിത്രി എന്ത് ചെയ്ത് അകത്തോട്ട് പോയിട്ട് ഒരു ദീപവും കൊണ്ടുവരുവാണ്, ആരതി ഒഴിഞ്ഞ് കയറ്റുവാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്താണ് അമ്മയ്ക്കും എല്ലാം വളരെ സന്തോഷമായി. അപ്പോൾ എന്താണ് ഇവർ കയറിപ്പോകുമ്പം രാജലക്ഷ്മി അമ്മ പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ പൊന്നുമോനെ നീ തിരിച്ചു തന്നല്ലോ, നന്ദി, എൻ്റെ പൊന്നുമോനെ നീ കാത്തല്ലോ എന്ന് പറഞ്ഞ് പറയുവാണ്. പക്ഷെ അമ്മയുടെ മനസ്സ് ജയറാമിന് എന്താക്കുന്നില്ല, മനസ്സിലാക്കാൻ പറ്റുന്നില്ല, കൈമളേട്ടിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ആർക്കും പറ്റുന്നില്ല. നന്ദിനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ജയറാം അങ്ങ് പിന്നെ കയറി പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ
ACP ആണ്. അതായത് അമ്മ പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ് കാണിക്കുന്നത്. പിറ്റേ ദിവസം ജയറാം ആണെങ്കിൽ ചാരി കസേരയിൽ ഇങ്ങനെ ചാരി കിടക്കുവാണ് ചെയ്യുന്നത്. അപ്പൊ ചാരി കിടന്ന് ചാരി കിടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ACP എന്താണ് ഒരു കപ്പ് ചായയുമായിട്ട് പിന്നെ കിച്ചണിൽ നിൽക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട് വന്ന് ചായ കൊടുത്തു. മോനാണോ ചായയുടെ? അതെ. നിന്നെ എനിക്ക് അപ്പൊ നീ എന്താണ് ഇന്നലെ എന്നെ കാണാൻ വരാഞ്ഞ്? അത് എനിക്ക് കുറച്ച് പണികളൊക്കെ പിന്നെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നെന്ന് പറയുന്നു. അത് ഭാര്യയെ അനുസരിക്കണ്ടേ? ഭാര്യ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? ഭാര്യ എന്നെ ഇവിടെ പറഞ്ഞു വിട്ട്, ഇസ്തിരി ഇടാൻ പറഞ്ഞു വിട്ട്, പിന്നെ പാത്രം തേക്കാൻ പറഞ്ഞു വിട്ടു, അങ്ങനെയുള്ള പല കാര്യങ്ങളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഞാൻ അതിന്റെ പിന്നാലെ ആയിപ്പോയെന്ന് പറയുന്നുണ്ട്. അപ്പം പിന്നെ നമ്മുടെ പിന്നെ മീനാക്ഷിയുടെ കയ്യിൽ ഒരു കറണ്ട് ഇരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ ആക്കി കാണിച്ചിട്ട് പറയും, ചുമ്മാ ഇത് എന്തൊരു പുളുവാണെന്നുള്ള മട്ടിൽ എന്താണ് സംസാരിക്കുന്നത്. അപ്പം പിന്നെ നന്ദിനി അവിടെ വന്നിന്ന് എന്ത് ചെയ്യുക, നോക്കി നിൽക്കുക, ഇവരെല്ലാം നോക്കി. അപ്പോൾ ഒരു കയർ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിയിട്ടുണ്ടല്ലോ, ആ കയറിന്റെ അപ്പുറത്ത് നിന്ന് നന്ദിനി നോക്കുന്നുണ്ട്. അപ്പൊ ജയറാം പറയുന്നു, നിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എന്നെ കൂടെ കൂടെ അമ്മാവൻ എന്ന് വിളിക്കും, നീ പിന്നെ കൂടെ കൂടെ എന്നെ അങ്കിൾ എന്ന് വിളിക്കും. അത് പിന്നെ ഞങ്ങളെ എല്ലാവരെയും വലിയമ്മാവൻ ഇട്ടേച്ച് പോയപ്പോൾ ഞാൻ പിന്നെ എന്താണ് അങ്കിളാക്കി മാറ്റിയതാണ്. ഇനി എൻ്റെ അച്ഛനല്ലേ, കാരണം എൻ്റെ ഭാര്യയുടെ അച്ഛനല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഇതെല്ലാം കണ്ടോണ്ട് സാവിത്രി അങ്ങോട്ട് വരുന്നുണ്ട്. സാവിത്രിക്ക് നോക്കിയപ്പോൾ സാവിത്രി എന്നിട്ട് സ്വന്തമായിട്ട് പറയുവാണ്, തൽക്കാലം ഇവരോടെല്ലാം ഒന്ന് ഒട്ടി നിൽക്കാം, അല്ലെങ്കിൽ ജയേട്ടനെ കൊല്ലാൻ ശ്രമിച്ചതിൽ ഞാനുണ്ടെന്ന് ഇവർക്ക് തോന്നും. അതുകൊണ്ട് മനസ്സായിട്ടാലും അങ്ങോട്ടൊന്ന് പോകാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുന്നതാണ്. അപ്പം പിന്നെ കൈമളേട്ടൻ പറയുന്നുണ്ട്, അതായത് പിന്നെ മീനാക്ഷി എന്നെ എന്താണ് സഹായിക്കാൻ വന്നതാണ്, വീട്ടിൽ വന്ന് പാത്രമെല്ലാം കഴുകി ഇസ്തിരിയൊക്കെ ഇട്ട് വെച്ചെന്ന് പറയുമ്പോൾ കൈമളേട്ടൻ പറയുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നതൊക്കെ കൊള്ളാം, പക്ഷെ ഒരു പിന്നെ പെൺകോന്തനാവാതെ വേണം ഇതെല്ലാം ചെയ്യാനെന്ന് കൈമളേട്ടൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഈ സമയത്ത് എന്താണ് നമ്മുടെ രാജലക്ഷ്മിയും വന്ന് നന്ദിനിയുടെ അടുത്ത് തന്നെ നിൽക്കുവാണ്. അപ്പൊ അവരെല്ലാം ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക. നമ്മുടെ സാവിത്രി അങ്ങോട്ട് കയറി വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ വേണം, കാരണം മാതൃകാ ഭാര്യ ഭർത്താക്കന്മാരാവണം, ചട്ടിയും കലവായ അങ്ങനെയൊക്കെയാണ് സ്നേഹിച്ചും പിടിച്ചും ഒക്കെ ഇരിക്കുമെന്ന് പറയുമ്പോഴത്തേനും രാജലക്ഷ്മി അമ്മയ്ക്ക് ഒരു അതിശയം. രാജലക്ഷ്മി അമ്മ ചോദിക്കുന്നു, ഇത് എൻ്റെ മകൾ സാവിത്രി തന്നെ ആണോ ഈ പറയുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ചട്ടിയും കലവും പോലെയൊക്കെയാണ് എല്ലാവരും സ്നേഹിച്ചിരിക്കേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർക്കൊരു ഈ സാവിത്രി ഇങ്ങനെ അല്ലല്ലോ ഇത്രയും കാലം, അപ്പൊ എൻ്റെ മോള് തന്നെയാണോ ഇതൊക്കെ പറയുന്നതെന്ന് പറയുന്നത്. അപ്പോഴത്തേനും പിന്നെ കൈമളേട്ടൻ പറയാം, അതാണ് എനിക്കും ഒരു അമ്പരപ്പ്. അതായത് ചെകുത്താൻ പെട്ടെന്ന് ദൈവമാകാൻ പറ്റുമോ? ചെകുത്താൻ ദൈവമാകാൻ പറ്റുമോ? പെട്ടെന്ന് മാലാഖയായി എന്ന് പറയുന്നുണ്ട്. അച്ഛാ, എനിക്കൊരു അബദ്ധമൊക്കെ പറ്റും, ഏതൊരു പോലീസുകാരനും അബദ്ധങ്ങൾ പറ്റും, ആ അബദ്ധങ്ങൾ മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ എന്ന് പറയുന്നു. അപ്പോഴത്തേനും എന്താണ് എനിക്കിത് വിശ്വാസം വരുന്നില്ല എന്ന് രാജലക്ഷ്മി അമ്മ പറഞ്ഞു. അപ്പൊ നമ്മുടെ പിന്നെ ACP പറയുന്നോണ്ട്, ഇല്ല മുത്തശ്ശി, വിശ്വസിക്കണം, അമ്മ എന്താണ് മാറിപ്പോയി. ഇന്നലെ അമ്മ പറഞ്ഞു ഈ കെട്ടിയിരിക്കുന്ന കയറ് കൂടെ അഴിച്ച് എന്ത് ചെയ്യണം, മാറ്റണം. അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഏട്ടാ എന്നോട് ക്ഷമിക്കണേ, ഏട്ടാ അമ്മ എന്നോട് ക്ഷമിക്കണേ, അന്നേരത്തെ ആ മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെയോ കാട്ടിപ്പോയി, ഞാൻ അന്നേരം ആരായിരുന്നെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, അതുകൊണ്ട് അമ്മയും ഏട്ടനും എല്ലാം എന്നോട് ക്ഷമിക്കണമെന്ന് മാപ്പ് പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ ജയറാം പറയുന്നുണ്ട്, അത് സാരമില്ല, നീ എന്നും എൻ്റെ കുഞ്ഞി പെങ്ങളായിരിക്കും എന്ന് പറഞ്ഞ് പിടിച്ചെണ്ണിപ്പിക്കുന്നു മാപ്പ് പറയുമ്പോൾ. അപ്പൊ ആ ഒരു സന്തോഷം അവിടെ എന്താണ് ഇതായിരിക്കുവാണ് ചെയ്യുന്നത്. നമ്മുടെ നന്ദിനി പറയുവാണ്, സാവിത്രി എന്തായാലും മാറിയല്ലോ, അത് തന്നെ ഭാഗ്യം. നമുക്ക് ഇപ്പൊ നമ്മളെല്ലാരും ഒന്നിച്ചായി, നമുക്ക് നല്ല പ്രാർത്ഥിക്കാം, സാവിത്രിക്ക് മാറ്റം ഉണ്ടായല്ലോ. അപ്പോഴത്തെ നമ്മുടെ രാജലക്ഷ്മി അമ്മ പറയുവാണ്, എനിക്ക് തോന്നുന്നില്ല സാവിത്രിക്ക് എന്താണ് മാറ്റം ഉണ്ടാവും എന്നുള്ള കാര്യം. അപ്പോഴത്തെ പറയുന്നോണ്ട് അന്നേരം ACP പറയുന്നുണ്ട്, അല്ല മുത്തശ്ശി, അമ്മയ്ക്ക് മാറ്റമുണ്ട്, അമ്മ ഇന്നലെ പറഞ്ഞു ഈ കെട്ടിയിരിക്കുന്ന എന്താണ് കയറഴിച്ച് മാറ്റി എല്ലാവർക്കും എന്താണ് ഒന്നിച്ചാവണമെന്ന്. അപ്പോഴത്തേന് സാവിത്രി പറയാ, എനിക്ക് അന്ന് പറ്റിയൊരു അബദ്ധമാണ്, അന്ന് എനിക്ക് എന്ത് പറ്റിയെന്ന് തന്നെ അറിയത്തില്ല, ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി, എന്തൊക്കെയോ കാണിച്ചു പോയി, അതിന്റെ പേര് കയറൊക്കെ കെട്ടിയതാണ്, ഇനി ആ ഒന്നും വേണ്ട, അഴിച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്താണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ രാജലക്ഷ്മി അമ്മ അങ്ങ് വെടി അങ്ങ് പൊട്ടിക്കുവാണ് ചെയ്യുന്നത്.
മോനെ കാർത്തിക്, എന്റെ മോൻ ജയറാമിനെ ഉപദ്രവിച്ചവരെ ആരായാലും നീ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അപ്പോഴത്തേനും നമ്മുടെ സാവിത്രിയുടെ മുഖം ഒന്ന് കാണേണ്ട കാഴ്ചയാണ്. അയ്യോ, പേടിച്ച് ഭയന്ന് ഇങ്ങനെ സാവിത്രിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ പോവാണ് പേടിച്ച്. കാരണം മുത്തശ്ശി പറഞ്ഞിരിക്കുമല്ലേ മോന്റെ അടുത്ത് എന്താണ് കണ്ടുപിടിക്കാൻ വേണ്ടി. അത് എത്രയും വേഗം വേണം. അവനെ കണ്ടുപിടിച്ച് അവരാരാന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ എനിക്ക് ഉറക്കം വരികയുള്ളൂ. ഇത് നിന്റെ മുത്തശ്ശി പറയുന്ന വാക്ക്. അപ്പോഴത്തേനും നമ്മുടെ ACP പറയുന്നുണ്ട്, മുത്തശ്ശി ധൈര്യമായി ഇരിക്കുക, അത് ആരായാലും ഞാനത് കണ്ടുപിടിച്ചിരിക്കും പോയി. അപ്പോഴത്തേനും നമ്മുടെ സാവിത്രിയുടെ മുഖം വീണ്ടും എന്താണ് ബ്ലിങ്കനായി പോയി. പേടിച്ച് സാവിത്രി ഇങ്ങനെ നാലുപാടും കണ്ടുപിടിക്കുമല്ലോ, ഞാനും അതിൽ ഉണ്ടാവുമല്ലോ എന്നുള്ളൊരു ആക്ഷനാണ് സാവിത്രിയുടെ ആക്ഷനായിട്ട് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ മൈഥിലിയുടെയും വൈശാഖിന്റെ വീടാണ് കാണിക്കുന്നത്. നമ്മുടെ വൈശാഖ് എന്താണ് ബാത്റൂം അങ്ങനെ പാട്ടൊക്കെ പാടി അങ്ങ് നല്ല കുളിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്ത് എന്താണ് വൈശാഖന്റെ റൂമിലോട്ട് കടന്നു വരുന്നുണ്ട് നമ്മുടെ മൈഥിലി. അപ്പൊ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുവാണ് അവന്റെ. അപ്പൊ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് ഒത്തിരി നേരം ആയല്ലോ ഫോൺ അടിക്കുന്നത്, ഇവനെന്തോ ഇത്ര നേരം എന്തായിരിക്കുന്നത്, കുളിച്ചിട്ട് ഇറങ്ങിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങ് ഫോൺ എടുക്കുക ചെയ്യുന്നത്. ഫോൺ എടുത്ത ഉടനെ ഒരു പെണ്ണാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഫോൺ എടുക്കുന്നതിന് കൃഷ്ണമൂർത്തി, കൃഷ്ണമൂർത്തി അല്ലേ ഫോൺ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവള് കയറി ഫോൺ എടുത്ത ഉടനെ ചോദിക്കുവാണ്, എടാ വൈശാഖ്, നിനക്ക് ഫോൺ എടുക്കാൻ എന്തുവാ ഇത്ര താമസം, നീ എവിടാണ് നിൽക്കുന്നത്, നിനക്കെന്താടാ എന്നോട് ഇപ്പം വലിയ താല്പര്യം ഇല്ലാത്ത, ഇന്നലെ ഞാൻ നിന്നെ കാത്തു നിന്നു, നീ വരും എന്ന് പറഞ്ഞ് കാത്തു നിന്നിട്ട് നീ എവിടെയാണ് സ്ഥലം വിട്ട് കളഞ്ഞത്, നീ എന്താടാ ഇങ്ങനെ കാണിക്കുന്നു ചോദിച്ച ഉടനെ നമ്മുടെ മൈഥിലി ചോദിക്കും, നീ ആരാടി എന്ന് ചോദിക്കും. ഉടനെ അങ്ങേ തലയ്ക്കുന്ന് അവള് ചോദിക്കും, നീ ആരാടി എന്നോടത് ചോദിക്കാൻ. അതെ, ഞാൻ അവന്റെ ഞാൻ ആരാന്നറിയാവടി, ഞാൻ കൃഷ്ണയാണെന്ന് അവള് പറയും. കൃഷ്ണയോ? എടി ഞാൻ ആരാണെന്നറിയോ, ഞാൻ വൈശാഖിന്റെ ഭാര്യ മൈഥിലിയാണെന്ന് പറയും. മൈഥിലിയോ എന്ന് ചോദിച്ചിട്ട് ഇവള് വേഗം എന്താണ് അവൾ അങ്ങ് ഫോൺ വെക്കുവായിരുന്നു. അപ്പൊ ഇവൾക്ക് വല്ലാത്ത സങ്കടമായി. അപ്പൊ ഇവക്ക് മനസ്സിലായി ഇവനൊരു കള്ളനാണെന്നുള്ള കാര്യം ഇവക്ക് മനസ്സിലായി. ഇവളിങ്ങനെ ഫോൺ എന്ത് ചെയ്യുവാണ്, കൃഷ്ണമൂർത്തി കൃഷ്ണ എന്ന് പറഞ്ഞുകൊണ്ട് ഫോണൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോടെ നിൽക്കുമ്പോഴാണ് അവൻ എന്ത് ചെയ്യുന്നത്, കുളിച്ചിട്ടിറങ്ങി വരുന്നത്. കുളിച്ചിട്ടിറങ്ങി വരുമ്പോഴത്തേന് ഇവള് പറയും, വൈശാഖിനൊരു ഫോൺ വന്നായിരുന്നു, ഞാനത് എടുത്തു, ഞാനത് അറ്റൻഡ് ചെയ്തു, ഒത്തിരി വട്ടം വന്നപ്പോഴാണ് എടുത്തത്. ആരായിരുന്നു ചോദിച്ചു, പറയും ഒരു കൃഷ്ണമൂർത്തി ആയിരുന്നു. കൃഷ്ണമൂർത്തിയോ? ഏത് കൃഷ്ണമൂർത്തി എന്ന് ഇവൻ ചോദിക്കുവാണ്. ചോദിച്ചിട്ട് പറയും, ചിലപ്പം ഇൻകം ടാക്സിന്റെ അവിടുത്തെ കൃഷ്ണമൂർത്തി ആയിരിക്കും. അതെ അതെ അതെ, കൃഷ്ണമൂർത്തി എന്നാണ് ഫോണിൽ അടിച്ചിരിക്കുന്നത്, പക്ഷെ എടുത്തത് എന്താണ്, ഒരു കൃഷ്ണയാണെന്ന് പറയും. അത് അയാളുടെ ഭാര്യയായിരിക്കും, അതൊരു കടും വെട്ട. അപ്പൊ അവള് പറയും, അവര് കടും വെട്ടാണെങ്കിൽ നീ ഒരു കൊടും വെട്ടാടാ എന്ന് പറയും. അപ്പം അന്നേരം പറയുവാണ്, അപ്പൊ നീ ഇങ്ങനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, നീ ആ ഫോണിൽ എന്താണ് അടിച്ചിട്ടിരിക്കുന്നത്, നിന്നെ വിളിച്ചത് അങ്ങനല്ല, നിന്നെ വിളിച്ചതൊരു അതെ, നിന്നെ വിളിച്ചത് കൃഷ്ണമൂർത്തി ഒന്നുമല്ല, നിന്റെ ഒരു ലോക്കൽ കാമുകിയാടാ നിന്നെ വിളിച്ചത്. നീ കാമുകിമാരുടെ പേരൊക്കെ എന്താണ് ഇങ്ങനെയാണ് അടിച്ചിട്ടിരിക്കുന്നത്, അത് കൊള്ളാം. നീ കാമുകിമാരുടെ പേരൊക്കെ അടിച്ചിട്ടിരിക്കുന്നത് കൊള്ളാം. അതായത് കൃഷ്ണകുമാർ കൃഷ്ണ, സുനിൽകുമാർ സുനിത, ശ്യാംകുമാർ ശ്യാമ, ഗോപാലകൃഷ്ണൻ ഗോപിക, ദേവസി ദേവി. അപ്പൊ ഇനി എത്ര പേരുണ്ട് ഇത് കൂടാതെ, ഈ അടിച്ചിട്ടിരിക്കുന്ന കൂടാതെ ഇനി കുറെ പേരുണ്ടോ? അപ്പം വൈശാഖി, നീ എന്നെ മനഃപൂർവ്വം നീ എന്നെ ചതിക്കുമല്ലായിരുന്നു, നീ ഇത്രയും പന്ന സ്വഭാവമാണ്, നിനക്ക് പെണ്ണുപിടിയുണ്ടോ? ഇപ്പം നിനക്ക് കള്ളുകുടിയുണ്ട്, ചീട്ടുകടിയുണ്ട്, ഇപ്പം നിനക്ക് പെണ്ണുപിടിയുമായി തീർന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും? അപ്പൊ അവൻ പറയുന്നുണ്ട്, ഇല്ല മൈഥിലി, അവിടെ ആരോ നമ്മളെ തന്നെ എന്താണ് തെറ്റിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചതാണെന്ന് പറയും. അല്ല, ഞാൻ ഇപ്പൊ അവളെ ഫോൺ വിളിക്കാന്ന് പറഞ്ഞ എന്താണ്, അവളെ വിളിക്കാൻ വേണ്ടിയിട്ട് മൈഥിലി ഫോൺ എടുക്കുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്ന, ഫോൺ തട്ടിപ്പറിക്കുക, രണ്ടുപേരും തമ്മിൽ ഫോൺ തട്ടിപ്പറിക്കുന്നവരുണ്ടായിട്ട്. എന്നാലും അവൾ ഫോൺ വിളിച്ചപ്പോൾ അവിടെ പറയുന്നത് സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നുണ്ട്, ഞാൻ നിന്റെ ഭാര്യയാണെന്ന് പറഞ്ഞപ്പോ അവൾ എന്താണ്, കൃഷ്ണ എന്താണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പോയി. അന്നേരം ഇവൻ പറയുന്നുണ്ട്, നീ എൻ്റെ ഫോൺ എടുക്കരുത്, എൻ്റെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് വരുന്ന കോളുകളൊന്നും നീ എടുക്കുകയോ എൻ്റെ ഫോൺ നോക്കുകയോ ചെയ്തെന്നാൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് പറയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, അപ്പൊ നീ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ സഹിച്ചു കൊള്ളണമെന്നാണോ? എടാ വൈശാഖി, നീ എന്നെ മനഃപൂർവ്വം ചതിക്കുമായിരുന്നല്ലോ. ദൈവമേ, എനിക്ക് ഇവന്റെ കൂടെ വന്നിട്ട് ചതി പറ്റിയല്ലോ. പെണ്ണുപിടിയനായി മാറി, കള്ളുകുടിയുണ്ട്, ചീട്ടുകുടിയുണ്ട്, ഇപ്പം പെണ്ണുപിടിയുമായി. ദൈവമേ എന്ന് പറഞ്ഞ് അവൾ വിളിച്ചോണ്ട് നിൽക്കി. ഇവൻ അങ്ങോട്ട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ആ തോളെ കിടന്ന് ടവലെടുത്ത് ഒരൊറ്റ ഇത് അറിഞ്ഞിട്ട് ഒരൊറ്റ പോക്കാണ് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ചെമ്പാമംഗലാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ACP കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് എന്താണ് തല ചോദിക്കാൻ നിൽക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ മീനാക്ഷി അടുത്ത് വരുന്നത്. അപ്പോഴത്തേക്ക് മീനാക്ഷിയോ? അല്ല, കമലാക്ഷി. എന്റെ മീനാക്ഷി ഇന്നിത്ര ദേഷ്യം? ദേഷ്യമൊക്കെ ഒരു ഫീലിംഗ് ആണ്, അത് ACPക്ക് അറിയാമോ
എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഞാനിപ്പോ ACPയുടെ അടിമയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, പിന്നെ ഇപ്പൊ ഞാൻ ആരാണ്? നീ എന്റെ നല്ല സ്നേഹനിധിയായ ഭാര്യയാണ്. അപ്പൊ ഒരു ഭാര്യയോടുള്ള കടമകളൊക്കെ ACP എന്താണ് ചെയ്യുന്നുണ്ടോ? എല്ലാ കടമകളും ഞാൻ ചെയ്യുന്നുണ്ടെന്ന് ACP പറയുന്നുണ്ട്. എവിടെ ചെയ്യുന്നുണ്ട് ACP? ഒരു ഭാര്യ അടുത്തുള്ള എന്തെങ്കിലും കടമകൾ എന്താണ് ACP ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ACP അങ്ങനെ മീനാക്ഷിയുടെ മുഖത്തോട്ട് നോക്കി അമ്പരന്ന് നിൽക്കുകയാണ്. അതാണ് ഇന്നത്തെ വാത്സല്യം സീരിയലിന്റെ എപ്പിസോഡ്. എല്ലാരും കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.